ഭക്ഷ്യവിഷബാധ എന്ന വാർത്തകൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. അടുത്തിടെ തിരുവനന്തപുരം വിഴിഞ്ഞത്തെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിന് പിന്നാലെ കൊല്ലം സ്വദേശികളായ 2 പേർ മരിച്ച സംഭവത്തിൽ മരണകാരണം ആദ്യം ഭക്ഷ്യവിഷബാധ എന്നാണ് കരുതിയത്. പക്ഷേ വില്ലനായത് സാധാരണ ഭക്ഷ്യവിഷബാധയല്ല, മറൈൻ ടോക്സിൻ ആകാമെന്നാണ് രാസപരിശോധനാ റിപ്പോർട്ടിലെ നിഗമനം. എന്താണ് ഈ മറൈൻ ടോക്സിൻ? എങ്ങനെയാണിത് അപകടകരമാകുന്നത്? എന്തൊക്കെ മുൻകരുതലെടുക്കണം? പരിശോധിക്കാം അഫ്സാന ഫസൽ തയ്യാറാക്കിയ എക്സ്പ്ലെയിനറിലൂടെ. വിഴിഞ്ഞത്ത് 2 പേരുടെ ജീവനെടുത്തത് സാധാരണ രീതിയിലുള്ള ഭക്ഷ്യവിഷബാധയല്ല, മറൈൻ ടോക്സിൻ ആകാമെന്നാണ് രാസപരിശോധനാ റിപ്പോർട്ടിലെ നിഗമനം. എന്താണ് മറൈൻ ടോക്സിൻ? മത്സ്യങ്ങളിലും കക്കവർഗത്തിൽപ്പെട്ട ജീവികളിലും സ്വാഭാവികമായി കാണപ്പെടുന്നതും ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമാകുന്നതുമായ വിഷാംശങ്ങളാണ് കടൽ വിഷങ്ങൾ അഥവാ മറൈൻ ടോക്സിൻ എന്നറിയപ്പെടുന്നത്. കടലിലെ സൂക്ഷ്മാണുക്കൾ അഥവാ ആൽഗെ ഉൽപ്പാദിപ്പിക്കുന്ന ഇത്തരം വിഷങ്ങൾ മീനുകളിൽ അടിഞ്ഞുകൂടുകയും അത് ഭക്ഷിക്കുന്ന മനുഷ്യരിൽ കടുത്ത വിഷബാധയ്ക്ക് കാരണമാവുകയും ചെയ്യും. മരണം വരെ സംഭവിക്കാമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഉയരുന്നൊരു ചോദ്യം, പാചകം ചെയ്ത മീൻ കഴിച്ചാലും വിഷബാധ ഉണ്ടാകുമോ? സാധാരണ ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന ഭക്ഷ്യവിഷബാധകൾ പാചകം ചെയ്യുന്നതിലൂടെ ഒഴിവാക്കാവുന്നതാണ്. എന്നാൽ സിഗുമോടോക്സിൻ പോലുള്ള കടൽ വിഷാംശങ്ങളിൽ ഇത് സാധ്യമല്ല. ഈ രാസവസ്തുവിന് ചൂടിനെ പ്രതിരോധിക്കാനുള്ള ശേഷിയുണ്ട്. വിഴിഞ്ഞം സംഭവത്തിൽ മീൻമുട്ട കഴിച്ചവർക്കാണ് കൂടുതൽ അസ്വസ്ഥത ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മത്സ്യങ്ങളുടെ കരൾ, കുടൽ, തല തുടങ്ങിയ ഭാഗങ്ങളിൽ ഉയർന്ന അളവിൽ ഇത്തരം ടോക്സിനുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പാകം ചെയ്താലും ഇത്തരം വിഷാംശങ്ങൾ പൂർണ്ണമായി നശിക്കില്ലെന്നത് ഇവയുടെ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ്. ഇത്തരം വിഷവസ്തുക്കൾക്ക് രുചിയോ മണമോ ഉണ്ടാകില്ല. മനുഷ്യ ശരീരത്തിനുള്ളിൽ ചെന്നാൽ ഞരമ്പുകളെയും കുടലുകളെയും മറ്റ് അവയവങ്ങളെയും ഇത് ബാധിക്കും. അതായത് ശരിയായി പാകം ചെയ്ത കക്കയിറച്ചിയോ മത്സ്യമോ പോലും മലിനമായ വെള്ളത്തിൽ നിന്ന് ശേഖരിച്ചതാണെങ്കിൽ വിഷബാധയ്ക്ക് അത് കാരണമാകും. അതിനാൽ വറുത്താലോ പൊരിച്ചാലോ കറി വെച്ചാലോ ഇവ നശിക്കില്ല. ചൂടുകാലങ്ങളിൽ ഇത്തരം മറൈൻ ടോക്സിനുകൾ മത്സ്യത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ? ഭക്ഷണം കഴിച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയേക്കാം. ചിലപ്പോൾ മണിക്കൂറുകൾക്ക് ശേഷമാകാം ഈ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. ചർമ്മത്തിൽ ചൊറിച്ചിൽ, തടിപ്പ്, അസ്വസ്ഥത എന്നിവയുണ്ടാകാം. ശ്വാസമുട്ടൽ അല്ലെങ്കിൽ ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, പനി ഉണ്ടാവുക, ക്ഷീണം, കണ്ണുകളിലെ നീറ്റൽ, തലവേദന, തലകറക്കം, ഛർദി, വയറുവേദന, കടുത്ത നെഞ്ചുവേദന എന്നിവയും ഇത്തരം വിഷബാധയുടെ ലക്ഷണങ്ങളാകാം. ഈ ലക്ഷണങ്ങൾ കണ്ടാൽ കാത്തിരിക്കരുത്, എത്രയും പെട്ടെന്ന് ചികിത്സ തേടുക തന്നെ വേണം. കടൽ വിഭവങ്ങൾ കഴിച്ച ശേഷമാണ് അസാധാരണമായ ഇത്തരത്തിലുള്ള തളർച്ചയോ നെഞ്ചുവേദനയോ തോന്നുന്നതെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ കാണുക, വൈദ്യസഹായം തേടുക.